നമസ്കാരം. സാക്ഷിയിലേക്ക് സ്വാഗതം. കുറ്റകൃത്യങ്ങളുടെയും വ്യവഹാരങ്ങളുടെയും ലോകത്തെ പ്രധാന സംഭവങ്ങളിലേക്ക്. കർണാടകയിൽ മദ്യലഹരിയിൽ യുവാവ് സുഹൃത്തിനെ കുത്തിക്കൊന്നു. ക്രൂരതയുടെ ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടു. പ്രതി അറസ്റ്റിൽ. മലപ്പുറം തിരൂരിൽ യുവാക്കളെ അടിച്ചുകൊല്ലാൻ ശ്രമിച്ച 2 പേർ അറസ്റ്റിൽ. പിടിയിലായത് ജഷാദും അബ്ദുൽ ഹാഷിഖും. ഒളിവിലുള്ളവരെ ഉടൻ പിടികൂടുമെന്ന് പോലീസ്. നെട്ടുകാൽത്തേരി ജയിൽ വളപ്പിൽ വേട്ടക്കാർ പ്രവേശിച്ച സംഭവത്തിൽ അന്വേഷണം ഊർജിതം. സുരക്ഷാ വീഴ്ചയെന്ന പ്രാഥമിക നിഗമനം. തലശ്ശേരിയിൽ പോലീസിന്റെ ആയുധവേട്ട. ബോംബും മഴുവും കണ്ടെത്തി. റെയ്ഡുകൾ തുടരുമെന്ന അന്വേഷണ സംഘം. സെനഗലിൽ പിടിയിലായ അധോലോക കുറ്റവാളി രവി പൂജാരിയെ നാട്ടിലെത്തിക്കാൻ ശ്രമം തുടങ്ങി. കൊച്ചി വെടിവെപ്പ് കേസിൽ പൂജാരി 3-ാം പ്രതി. സാക്ഷി തുടങ്ങുന്നു. ആദ്യം ഫസ്റ്റ് റിപ്പോർട്ട്. കർണാടകയിലെ നീലസാന്ദ്രയിൽ യുവാക്കൾ തമ്മിലുള്ള തർക്കം കൊലപാതകത്തിൽ കലാശിച്ചു. അരുൺ രാജാണ് കൊല്ലപ്പെട്ടത്. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ രാത്രിയാണ് നാടിനെ നടുക്കിയ കൊലപാതകം കർണാടകയിലെ നീലസാന്ദ്രയിൽ അരങ്ങേറിയത്. സുഹൃത്തുക്കളായ യുവാക്കൾ തമ്മിൽ മദ്യപാനത്തിനിടെയുണ്ടായ തർക്കം കത്തിക്കുത്തിലും കൊലപാതകത്തിലും കലാശിക്കുകയായിരുന്നു. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: ഇരുവരും നീലസാന്ദ്രയിലെ മദ്യശാലയിൽ മദ്യപിക്കുന്നതിനിടെയാണ് തർക്കം തുടങ്ങിയത്. തുടർന്ന് ഇരുവരും ബാറിൽ നിന്ന് ഒരുമിച്ച് പുറത്തിറങ്ങി. ബാറിനു സമീപത്തെ ഇടനാഴിയിൽ വെച്ചാണ് പ്രതി സുഹൃത്തായ അരുൺ രാജിനെ 21 തവണ കുത്തിയത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടിരുന്നു. കുത്തേറ്റ് കുറച്ചു ദൂരം അരുൺ രാജ് നടക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പിന്നീട് കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. അരുൺ രാജിനെ കുത്തിവീഴ്ത്തിയ ശേഷം പ്രതി അരുൺ സ്ഥലത്തുനിന്ന് ഓടിപ്പോകുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പ്രതിയെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരൂർ പറവണ്ണയിലും താനൂരിലും യുവാക്കളെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 2 പേർ പിടിയിലായി. കഞ്ചാവ് മാഫിയയിലെ കണ്ണികളാണ് പിടിയിലായവർ. കേസിൽ 4 പേരെ ഇനിയും പിടികൂടാനുണ്ടെന്ന് പോലീസ് പറഞ്ഞു. അരിക്കാഞ്ചിറ സ്വദേശി ജഷാദ, പറവണ്ണ സ്വദേശി അബ്ദുൽ ഹാഷിഖ് എന്നിവരെയാണ് തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കേസിൽ ഒരാളെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പിടിയിലായ ജഷാദ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത വ്യക്തിയാണെന്ന് പോലീസ് പറഞ്ഞു. ചെടികളും പൂക്കളും മാത്രം മോഷ്ടിക്കുന്ന കള്ളന്മാരെ കൊണ്ട് നട്ടം തിരിയുകയാണ് ഇടുക്കി ഹൈറേഞ്ചിലെ വ്യാപാരികളും താമസക്കാരും. പോലീസും നാട്ടുകാരും പഠിച്ച പണി 18 നോക്കിയെങ്കിലും കള്ളന്മാരെ വലയിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് ആരോപണം. നിരവധി മോഷണങ്ങളും മോഷ്ടാക്കളെയും ഹൈറേഞ്ച് കണ്ടിട്ടുണ്ട്. എന്നാൽ പ്രകൃതി സ്നേഹികളായ 2 മോഷ്ടാക്കളാണ് ഇപ്പോൾ നാട്ടിൽ ചർച്ചയാകുന്നതെന്ന് പോലീസ് പറയുന്നു. സ്വർണവും പണവുമൊന്നും ഇവർക്ക് വേണ്ട. പകരം പ്രകൃതി മനോഹാരിതയ്ക്ക് മാറ്റുകൂട്ടുന്ന വില കൂടിയ ചെടികൾ മതിയെന്നാണ് നാട്ടുകാർ നൽകുന്ന സൂചന. പ്രമുഖ വ്യാപാര കേന്ദ്രങ്ങളിലെത്തിയാണ് മോഷണം. ചെടിയാണെങ്കിലും മോഷണം തന്നെയാണ്. അതുകൊണ്ട് പ്രൊഫഷണൽ മോഷ്ടാക്കളുടെ എല്ലാ മുൻകരുതലുകളും എടുത്താണ് രാത്രിയുടെ മറവിൽ ഇവർ എത്തുന്നത്. ഇത്തരം സ്ഥാപനങ്ങളിൽ രാത്രികാല കാവൽ ഇല്ലാത്തതിനാൽ CCTV നിരീക്ഷണം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ആളെ തിരിച്ചറിയാത്ത വിധത്തിൽ മുഖം മറച്ചാണ് അകത്തു കടക്കുക. പിന്നെ തങ്ങൾക്ക് ആവശ്യമുള്ള വില കൂടിയ ചെടികൾ തപ്പിയെടുത്ത് കടക്കും.
ഒരു വിധത്തിലുള്ള നാശനഷ്ടവും വരുത്താതെ തികച്ചും പ്രകൃതിയോടിണങ്ങിയ മോഷണമാണ് കള്ളന്മാർ നടത്തുന്നതെന്ന് ഉടമകളും പറയുന്നു. ഇന്നലെ രാത്രി ഏകദേശം 1:45 മുതൽ 2:15 ഇടയ്ക്കായിട്ട് നമ്മുടെ നഴ്സറിയിൽ അനധികൃതമായി 2 പേര് കയറുകയും വിലപിടിപ്പുള്ള ചെടി ഐറ്റംസ്, ഓർക്കിഡ്, അഡീനിയം, അതുപോലെ തന്നെ ബോൺസായി ഐറ്റം ഉൾപ്പെടെ നിരവധി വിലപിടിപ്പുള്ള ഐറ്റംസുകൾ, അതുപോലെ തന്നെ പൊൻസാറ്റിയ ഉൾപ്പെടെയുള്ള ഐറ്റംസ് ഒരു 15,000 രൂപ ഉദ്ദേശം വരുന്ന ചെടി ഐറ്റംസ് നമ്മുടെ ഇവിടുന്ന് രാത്രി കളവ് പോയി ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാജാക്കാട് പ്രവർത്തിക്കുന്ന സ്പൈസസ് ഗാർഡനിൽ രാത്രിയിലെത്തിയ മോഷ്ടാക്കൾ ഇവിടെ സ്ഥാപിച്ചിരുന്ന CCTVയിൽ കുടുങ്ങിയെങ്കിലും തിരിച്ചറിയാൻ കഴിയാത്തതിനാൽ ഇപ്പോഴും അജ്ഞാതരാണ്. 15,000-ത്തിലധികം വില വരുന്ന ചെടികളാണ് ഇവിടെ നിന്നും ഇവർ മോഷ്ടിച്ചത്. ഉടമ പരാതി നൽകിയതിനെ തുടർന്ന് രാജാക്കാട് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. CCTV ദൃശ്യങ്ങളും പരിശോധിച്ചു. പ്രകൃതി സ്നേഹികളായ മോഷ്ടാക്കളെ ഉടൻ പിടികൂടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. ആരാണ് കള്ളന്മാർ എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് നാട്ടുകാർ. സെനഗലിൽ അറസ്റ്റിലായ അധോലോക നായകൻ രവി പൂജാരിയെ വിട്ടുകിട്ടാൻ ഇന്ത്യ ശ്രമം തുടങ്ങി. കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസികളുടെ സഹായത്തോടെ കർണാടക പോലീസാണ് പൂജാരിയെ ഇന്ത്യയിലെത്തിക്കാൻ ശ്രമം നടത്തുന്നത്. ബംഗളൂരുവിൽ വെച്ച് പൂജാരിയെ ചോദ്യം ചെയ്യാൻ കേരള പോലീസും നീക്കം തുടങ്ങി. കർണാടകയിൽ കൊലക്കേസുകളടക്കം നിരവധി കേസുകൾ പ്രതിയാണ് രവി പൂജാരി. വിവിധ സംസ്ഥാനങ്ങളായി ഗുരുതര കുറ്റകൃത്യങ്ങളടക്കം 500ഓളം കേസുകൾ ഇയാളുടെ പേരിലുണ്ട്. രവി പൂജാരിയെ വിട്ടുകിട്ടാൻ ഊർജ്ജിത ശ്രമം തുടങ്ങിയതായി കർണാടക മുഖ്യമന്ത്രി SD കുമാരസ്വാമി പറഞ്ഞു. സെനഗൽ പോലീസാണ് ഒരു ബാർബർ ഷോപ്പിൽ നിന്ന് കഴിഞ്ഞ 19-ന് രവി പൂജാരിയെ പിടികൂടിയത്. ഇപ്പോൾ സെനഗൽ തലസ്ഥാനമായ ഡാക്കറിലെ ജയിലിലാണ് ഇയാൾ. ആഫ്രിക്കയിൽ ഉടനീളമുള്ള നമസ്തേ ഇന്ത്യ ഹോട്ടൽ ശൃംഖലയുടെ ഉടമ രവി പൂജാരിയാണ്. ആന്റണി ഫെർണാണ്ടസ് എന്ന പേരിലാണ് രവി പൂജാരി സെനഗൽ താമസിച്ചിരുന്നത്. സെനഗലിലെ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയമാണ് രവി പൂജാരിയെ വിട്ടുകിട്ടാനുള്ള ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. കൊച്ചി ബ്യൂട്ടി സലൂൺ വെടിവെപ്പ് കേസിൽ അധോലോക കുറ്റവാളി രവി പൂജാരി 3ാം പ്രതിയെന്ന് പോലീസ്. വെടിവെപ്പ് കേസിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് ഉടൻ അന്വേഷണ സംഘം കോടതിക്ക് കൈമാറുമെന്നാണ് സൂചന. അതേസമയം രവി പൂജാരിയെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ വിവിധ അന്വേഷണ ഏജൻസികൾ പുറത്തുവിട്ടു. രവി പൂജാരി ഭീഷണിപ്പെടുത്തിയെന്നും പണം ആവശ്യപ്പെട്ടെന്നുമുള്ള നടി ലീന മരിയ പോളിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അധോലോക കുറ്റവാളിക്കെതിരായ കേരള പോലീസിന്റെ നീക്കങ്ങൾ നടക്കുന്നത്. കേസിൽ രവി പൂജാരി 3ാം പ്രതിയാണ്. ബ്യൂട്ടി പാർലറിലെത്തി വെടിയുതിർത്ത ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത 2 പേരെയായിരുന്നു നേരത്തെ പ്രതിപട്ടികയിലുണ്ടായിരുന്നത്. അതേസമയം സെനഗലിൽ അറസ്റ്റിലായ അധോലോക കുറ്റവാളി രവി പൂജാരിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ വിവിധ അന്വേഷണ ഏജൻസികൾ പുറത്തുവിട്ടു. ഗിനിയ, ഐവറി കോസ്റ്റ്, സെനഗൽ, ബുർക്കിന ഫാസോ എന്നീ രാജ്യങ്ങളിൽ മാറി മാറി ഒളിവിൽ കഴിയവെയാണ് ഇയാളെ കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം വലവീശി പിടിച്ചത്. സെനഗലിലെ ദക്കാറിലുള്ള ഒരു ബാർബർ ഷോപ്പിൽ സെനഗൽ പോലീസിന്റെ 3 ബസ് സായുധസേന നടത്തിയ സാഹസിക ഓപ്പറേഷനിലാണ് രവി കുടുങ്ങിയത്. ഭാര്യയ്ക്കും കുട്ടികൾക്കുമൊപ്പം ആന്റണി ഫെർണാണ്ടസ് എന്ന പേരിലായിരുന്നു പൂജാരിയുടെ ഒളിവ് ജീവിതമെന്ന് കർണാടക മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. എഴുപതോളം കേസുകളിൽ പ്രതിയായ രവി പൂജാരിക്കെതിരെ ബംഗളൂരു പോലീസ് റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചു. കൊച്ചി കടവന്ത്രയിൽ ബ്യൂട്ടി സലൂണിൽ ബൈക്കിലെത്തിയ സംഘം വെടിയുതിർത്ത സംഭവത്തിൽ ബന്ധം ആരോപിക്കപ്പെട്ടതോടെയാണ് ഇയാൾ കേരളത്തിലും വിവാദ പുരുഷനായത്. 15 വർഷങ്ങളിലേറെയായി പൂജാരി ഒളിസങ്കേതങ്ങളിലിരുന്നാണ് ഓപ്പറേഷനുകൾക്ക് ചുക്കാൻ പിടിച്ചിരുന്നതെന്നും അന്വേഷണ ഏജൻസികൾ വെളിപ്പെടുത്തി. ഉടുപ്പിയിൽ ജനിച്ചു വളർന്ന് മുംബൈയിൽ അധോലോക പ്രവർത്തനം ആരംഭിച്ച രവി ആദ്യം ഛോട്ടാ രാജൻ സംഘത്തിനൊപ്പമായിരുന്നു. 90കളിൽ ദുബായിലേക്ക് താവളം മാറ്റി. പിന്നീട് ഓസ്ട്രേലിയയിലുള്ളതായും സൂചനയുണ്ടായിരുന്നു. കൂട്ടാളികൾ മുഖേന മുംബൈ അധോലോകത്ത് ഇപ്പോഴും ഇയാൾ സജീവമാണ്. കഴിഞ്ഞ മാസം 19-നാണ് സെനഗലിൽ അറസ്റ്റുണ്ടായത്. പൂജാരിയെ വിട്ടു നൽകാൻ തയ്യാറാണെന്ന് സെനഗൽ ഇന്ത്യയെ അറിയിച്ചെന്നാണ് സൂചന. ബുർക്കിന ഫാസോയിലാണ് രവി കഴിയുന്നതെന്ന് 4 മാസം മുൻപാണ് കണ്ടെത്തിയത്. ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ അന്വേഷണം തുടങ്ങിയപ്പോൾ സെനഗലിലേക്ക് കടന്നു.
ദാക്കറിൽ റെസ്റ്റോറന്റ് നടത്തിയാണ് ഒളിക്കാൻ സാഹചര്യമുണ്ടാക്കിയതെന്നാണ് പുറത്തുവരുന്ന വിവരം. മുംബൈയിലെ ചെമ്പൂരിൽ നിന്ന് രാജ്യത്തെ ആകെ വിറപ്പിച്ച ഛോട്ടാ രാജന്റെ സംഘാംഗമായിരുന്നു രവി പൂജാരി. ശ്രീകാന്ത് മാമ എന്നയാളാണ് പൂജാരിയെ സംഘത്തിലേക്ക് ആനയിച്ചത്. 1990-ൽ സഹാറിൽ ബാല സൾട്ടെ എന്ന അധോലോക സംഘാംഗത്തെ വകവരുത്തിയതോടെ രവി പൂജാരി ശ്രദ്ധ നേടി. തുടർന്ന് ഹോട്ടൽ ഉടമകളിൽ നിന്നും ഹഫ്ത പിരിവ് പതിവാക്കിയ പൂജാരി 2000-ൽ ഛോട്ടാ രാജൻ ബാങ്കോക്കിൽ ആക്രമിക്കപ്പെട്ടതോടെ രാജനെ ഉപേക്ഷിച്ചു. ദാവൂദിന്റെ വിശ്വസ്തനായ ഛോട്ടാ ഷക്കീലുമായി ചേർന്ന് പുതിയ സംഘമുണ്ടാക്കിയായിരുന്നു പിന്നീടുള്ള പ്രവർത്തനങ്ങളെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി. 2007-ൽ ചലച്ചിത്ര സംവിധായകൻ മഹേഷ് ഭട്ടിനെയും 2009-ൽ നിർമ്മാതാവ് രവി കപൂറിനെയും ഇവരുടെ സിനിമയുടെ കഥയെ ചൊല്ലി ഭീഷണിപ്പെടുത്തിയ പൂജാരി ഈ വർഷം ഏപ്രിലിൽ മുതിർന്ന അഭിഭാഷകൻ അശോക് സരോഗിയെയും ഭീഷണിപ്പെടുത്തി. അടുത്തിടെ രാജൻ സംഘാംഗങ്ങളെ കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്തിരുന്നു. സംഘാംഗങ്ങളായ അശോക് സാതാഡേക്കർ, പോൾസൺ ജോസഫ്, ജഗദീഷ് ബനേക്കർ, രമേഷ് പവാർ, ചിന്താമൺ ബലേക്കർ എന്നിവരെ മുൻപ് ചെമ്പൂർ തിലക് നഗർ പോലീസ് പിടികൂടിയിരുന്നു. കൊച്ചി ബ്യൂട്ടി പാർലർ വെടിവെപ്പിൽ ഇടനിലക്കാരെ ഉപയോഗിച്ചാണ് രവി പൂജാരി വെടിയുതിർത്തതെന്ന് കൊച്ചി സിറ്റി പോലീസ് പറഞ്ഞു. പൂജാരിയെ 5 ദിവസത്തിനകം ഇന്ത്യക്ക് കൈമാറാനാണ് സെനഗലിന്റെ തീരുമാനം. സെനഗലിൽ നിന്ന് വിട്ടുകിട്ടിയാൽ കൊച്ചിയിലെത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ രവി പൂജാരിക്കെതിരെ ഏറ്റവും അധികം കേസുകളുള്ള കർണാടക പോലീസിന്റെയും മുംബൈ പോലീസിന്റെയും നടപടികൾക്ക് ശേഷം മാത്രമാണ് ഇയാളെ കൊച്ചി പോലീസിന് ലഭിക്കുകയുള്ളൂവെന്നാണ് സൂചന. തിരുവനന്തപുരം നെട്ടുകാൽ തേരി തുറന്ന ജയിൽ വളപ്പിൽ നിന്ന് നാടൻ തോക്ക് കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി. കഴിഞ്ഞ ദിവസമാണ് ആയുധങ്ങൾ കണ്ടെത്തിയത്. വെടിയൊച്ച കേട്ട് ഗാർഡുകളും മറ്റു ജീവനക്കാരും ഒച്ചകേട്ട ഭാഗത്തേക്ക് ഓടിയെത്തുമ്പോഴേക്കും തോക്കും മറ്റു സാമഗ്രികളും ഉപേക്ഷിച്ച് 5ഓളം പേർ ഓടി രക്ഷപ്പെട്ടുവെന്നാണ് വിവരം. ജീവനക്കാർ പിന്തുടരാൻ ശ്രമിച്ചെങ്കിലും ഇവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. പരിസരത്ത് നടത്തിയ തെരച്ചിലിലാണ് ആയുധങ്ങളും ഒരു ടോർച്ചും കണ്ടെടുത്തത്. തുടർന്ന് ജയിൽ ഉദ്യോഗസ്ഥർ നെയ്യാർ ഡാം പോലീസിൽ വിവരമറിയിക്കുകയും റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു. കണ്ടെടുത്ത തോക്ക് ഉൾപ്പെടെയുള്ള ആയുധങ്ങളും പോലീസിന് കൈമാറിയിരുന്നു. ആംസ് ആക്ട് പ്രകാരമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. തുറന്ന ജയിൽ പരിസരത്ത് മാൻ ഉൾപ്പെടെയുള്ള മൃഗങ്ങൾ യഥേഷ്ടം എത്താറുണ്ട്. ഇവയെ വെടിവെക്കാൻ എത്തിയ സംഘമാണോ എന്ന സംശയമാണ് പോലീസ് പങ്കുവയ്ക്കുന്നത്. സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണമാണ് നടക്കുന്നതെന്നും പോലീസ് കൂട്ടിച്ചേർത്തു. അതേസമയം ജയിൽ അധികൃതർ പിന്നീട് സ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ ഒരു മൊബൈൽ ഫോൺ ലഭിച്ചിരുന്നു. ഇതും പോലീസിന് കൈമാറി. ഇതോടെ പ്രതികളെ പിടികൂടാൻ എളുപ്പമാകുമെന്ന പ്രതീക്ഷയിലാണ് നെയ്യാർ പോലീസ്. തലശ്ശേരി കാവുംഭാഗം പുതിയ റോഡിന് സമീപത്ത് നിന്ന് പോലീസ് വൻ ആയുധശേഖരം പിടിച്ചെടുത്തു. ബോംബ് നിർമ്മാണ സാമഗ്രികളും സ്റ്റീൽ ബോംബും 7 മഴു, കൊടുവാൾ, ഇരുമ്പ് പൈപ്പുകൾ എന്നിവയാണ് പിടികൂടിയത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തലശ്ശേരി പോലീസ് നടത്തിയ ഓപ്പറേഷനിലാണ് ഇവ കണ്ടെത്തിയത്. വരും ദിവസങ്ങളിലും റെയ്ഡുകൾ തുടരാനാണ് പോലീസിന്റെ തീരുമാനം. നാടിനെ നടുക്കിയ കെവിൻ കൊലക്കേസിൽ പ്രാഥമിക വാദം ഫെബ്രുവരി 7-ന് ആരംഭിക്കും. കേസിലെ മുഴുവൻ പ്രതികളും അന്ന് ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. കേസിലെ 14 പ്രതികളും ഫെബ്രുവരി 7-ന് ഹാജരാകണമെന്ന് കോട്ടയം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി KG സനിൽകുമാറാണ് ഉത്തരവിട്ടത്. കുറ്റപത്രം നൽകുന്നതുമായി ബന്ധപ്പെട്ട വാദം പൂർത്തിയാക്കി കുറ്റം ചുമത്തുന്ന വാദമാണ് അന്ന് നടക്കുക. 1-ാം പ്രതി ഷാനു ചാക്കോയ്ക്ക് വേണ്ടി പുതിയ അഭിഭാഷകൻ ഹാജരായി വക്കാലത്ത് സമർപ്പിച്ചിരുന്നു. കെവിനെ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച കാർ വിട്ടുകിട്ടണമെന്ന പ്രതിഭാഗത്തിന്റെ ആവശ്യത്തെ തുടർന്ന് ഇരുവിഭാഗത്തിന്റെയും വാദം കേട്ടെങ്കിലും വാഹനം വിട്ടുനൽകുന്നതുമായി ബന്ധപ്പെട്ട് തീരുമാനമുണ്ടായില്ലെന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ CS അജയൻ പറഞ്ഞു. മെയ് 27-നാണ് കേസിനാസ്പദമായ ദുരഭിമാന കൊല അരങ്ങേറിയത്. നട്ടാശ്ശേരി പ്ലാത്തറ ജോസഫിന്റെ മകൻ കെവിനെ ഭാര്യ നീനുവിന്റെ ബന്ധുക്കളും സഹായികളും ചേർന്ന് കൊലപ്പെടുത്തിയെന്നാണ് കേസ്.
കർണാടകയിലെ ഗുരുദ്വാരയിൽ വൻ കവർച്ച. വാതിൽ തകർത്ത് അകത്ത് കടന്ന മോഷ്ടാക്കൾ CCTV നശിപ്പിച്ച ശേഷം 6000 രൂപയും 100 ഗ്രാം വെള്ളി ആഭരണങ്ങളും മോഷ്ടിച്ചു. അടുത്തുള്ള വീടുകളിലും കവർച്ച നടന്നതായി പരിശോധനയിൽ പോലീസ് സ്ഥിരീകരിച്ചു. സമീപവാസിയായ മൃണാളിനിയുടെ വീട്ടിൽ നിന്ന് 8 ലക്ഷം രൂപയുടെ സ്വർണവും 72,000 രൂപയുമാണ് മോഷണം പോയത്. ബെലഗാവി പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. കോഴിക്കോട് ഇരട്ട സ്ഫോടന കേസിൽ രണ്ടാമത്തെ പ്രതിയെയും ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തു. തളിപ്പറമ്പ് സ്വദേശി PP യൂസഫാണ് ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ പിടിയിലായത്. സൗദി അറേബ്യയിൽ നിന്നുള്ള വിമാനത്തിലാണ് യൂസഫ് ഡൽഹിയിലെത്തിയത്. പ്രത്യേക CBI കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കൊച്ചിയിൽ കൊണ്ടുവന്ന് വിശദമായി ചോദ്യം ചെയ്യും. കോഴിക്കോട് സ്ഫോടന കേസിലെ മറ്റൊരു പ്രതിയായ മുഹമ്മദ് അസ്ഹറിനെ കഴിഞ്ഞ ആഴ്ച NIA പിടികൂടിയിരുന്നു. 2006-ലാണ് കോഴിക്കോട് നഗരത്തിൽ ഇരട്ട സ്ഫോടനങ്ങൾ ഉണ്ടായത്. നേപ്പാളിൽ നിന്ന് മണിപ്പൂരിലേക്ക് അനധികൃതമായി കടത്തിക്കൊണ്ടുവന്ന 132 പെൺകുട്ടികളെ പോലീസും സുരക്ഷാ ഉദ്യോഗസ്ഥരും സംയുക്തമായി മോചിപ്പിച്ചു. ഇംഫാൽ അന്താരാഷ്ട്ര വിമാനത്താവളം അടക്കമുള്ള ഇടങ്ങളിൽ നിന്നാണ് പെൺകുട്ടികളെ സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ നേതൃത്വത്തിൽ മോചിപ്പിച്ചത്. പെൺകുട്ടികളെ വിവിധ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാനായിരുന്നു മനുഷ്യക്കടത്തുകാരുടെ ലക്ഷ്യമെന്ന് പോലീസ് പറഞ്ഞു. ഭ്രാന്തൻ മന്ത്രവാദി എന്ന് നാട്ടുകാർ വിളിക്കുന്ന ബീഹാറിലെ കുപ്രസിദ്ധ ആൾദൈവം നരബലി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിന് കത്തെഴുതി. എഞ്ചിനീയറായ മകനെ ക്ഷേത്രത്തിന് ബലി കൊടുത്തുവെന്നും ഇയാൾ വെളിപ്പെടുത്തി. ദൈവപ്രീതിക്കായി മകനെ നരഹത്യ ചെയ്യാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് ബീഹാർ സർക്കാരിന് സ്വയം പ്രഖ്യാപിത ആൾദൈവത്തിന്റെ കത്ത്. ബീഹാറിലെ മോഹൻപൂർ പഹാദ്പൂർ സ്വദേശിയായ സുരേന്ദ്ര പ്രസാദ് സിംഗ് ആണ് കത്തയച്ചിരിക്കുന്നത്. പഹാദ്പൂർ ഗ്രാമത്തിലെ ആളുകൾ ഭ്രാന്തനായ മന്ത്രവാദി എന്ന് വിളിക്കുന്ന ഇയാൾ താൻ ഇതിനു മുൻപും ബലി നൽകിയിട്ടുണ്ടെന്ന് കത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് വിവരം. ജനുവരി 29-ന് നടന്ന സംഭവത്തെക്കുറിച്ചുള്ള കത്ത് ഇതിനകം സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ദൈവമാതാവായ കാമഖ്യയ്ക്ക് വേണ്ടി ഇതിനു മുൻപും ബലി കൊടുത്തിട്ടുണ്ടെന്നും എഞ്ചിനീയറായ തന്റെ മകനെ ക്ഷേത്രത്തിലേക്ക് സംഭാവന നൽകാത്തതിന്റെ പേരിലാണ് നരഹത്യയ്ക്ക് ഇരയാക്കിയതെന്നും ഇയാൾ കത്തിൽ അവകാശപ്പെടുന്നു. ബിന്ദുമാ മാനവ് കല്യാൺ സംസ്ഥ എന്ന അംഗീകൃത സ്ഥാപനത്തിന്റെ പേരിലാണ് ഇയാൾ കത്തയച്ചിരിക്കുന്നതെന്നാണ് വിവരം. അതേസമയം അപേക്ഷ ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടില്ലെന്ന് ബേഗുസരായ് SDO സജീവ് കുമാർ ചൌധരി വ്യക്തമാക്കി. എന്നാൽ നരഹത്യ കുറ്റകരമായ കാര്യമായതിനാൽ അന്വേഷണം നടത്തുമെന്ന് പോലീസ് വ്യക്തമാക്കി. വിചിത്രമായ രീതികളുള്ളയാളാണ് സുരേന്ദ്രനെന്ന് ഗ്രാമവാസികൾ പോലീസിന് മൊഴി നൽകി. തലയോട്ടി കൈയിലേന്തി പൂർണ്ണ നഗ്നനായി ഗ്രാമത്തിലൂടെ നടക്കുന്നതിനാലാണ് ഇയാളെ ഭ്രാന്തൻ മന്ത്രവാദി എന്ന് വിളിക്കുന്നതെന്നും നാട്ടുകാർ പറഞ്ഞു. വ്യാജ സർവകലാശാലയിൽ ചേർന്ന് അമേരിക്കയിലെത്തിയ 129 ഇന്ത്യൻ വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. സർവകലാശാല വ്യാജമായിരുന്നുവെന്ന് വിദ്യാർത്ഥികൾക്ക് അറിവില്ലായിരുന്നുവെന്ന് ബന്ധുക്കൾ വ്യക്തമാക്കി. വിദ്യാർത്ഥികളെ നിയമ നടപടികളിൽ നിന്നും രക്ഷിച്ച് തിരികെ ഇന്ത്യയിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമം തുടങ്ങി. ന്യൂയോർക്ക്, ന്യൂജേഴ്സി, ജോർജിയ, ടെക്സാസ് നഗരങ്ങളിൽ അമേരിക്കൻ സുരക്ഷാ വിഭാഗം നടത്തിയ റെയ്ഡിലാണ് 129 ഇന്ത്യൻ വിദ്യാർത്ഥികൾ അറസ്റ്റിലായത്. 600 വിദ്യാർത്ഥികൾക്കെതിരെ അറസ്റ്റ് വാറന്റും ഉണ്ട്. സ്റ്റുഡന്റ് വിസ തട്ടിപ്പ് നടത്തി അമേരിക്കയിൽ കഴിയുന്നവരെ കണ്ടെത്താനായിരുന്നു പരിശോധന. ഫാർമിംഗ്ടൺ ഹിൽസിൽ സ്ഥിതി ചെയ്തിരുന്ന വ്യാജ സർവകലാശാല അമേരിക്കൻ അധികൃതർ അടച്ചുപൂട്ടി. ഇവിടെ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്ക് സർവകലാശാല വ്യാജമാണെന്ന് അറിയാമായിരുന്നുവെന്ന് US അധികൃതർ പറയുന്നു. എന്നാൽ വിദ്യാർത്ഥികളുടെ ബന്ധുക്കൾ ഇത് നിഷേധിച്ചു. അറസ്റ്റിലായ വിദ്യാർത്ഥികൾ വീട്ടുതടങ്കലിലാണ്. 8 അനധികൃത റിക്രൂട്ട്മെന്റുകാരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തട്ടിപ്പുകാർ സർവകലാശാലയുടെ വിവരങ്ങൾ ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്ക് അമേരിക്കയിൽ തങ്ങാനുള്ള രേഖ തയ്യാറാക്കുകയായിരുന്നു. വൻ തുകയാണ് പ്രതിഫലമായി വിദ്യാർത്ഥികളിൽ നിന്ന് തട്ടിപ്പുകാർ ഈടാക്കിയത്. വിദ്യാർത്ഥികളെ സഹായിക്കാൻ അമേരിക്കയിലെ ഇന്ത്യൻ എംബസി ഹെൽപ്പ് ലൈൻ തുറന്നു. വിദ്യാർത്ഥികളുടെ മോചനത്തിന് ശ്രമം തുടങ്ങിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കാനഡയിൽ അരങ്ങേറിയ പരമ്പര കൊലയുടെ കഥയറിയാം അന്വേഷണത്തിൽ. എട്ടുപേരെ കൊലപ്പെടുത്തിയെന്ന ഒരു വൃദ്ധന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. ബ്രൂസ് മക് ആർദർ എന്ന 67-കാരനാണ് കാനഡക്കാരെ ആകെ ഞെട്ടിച്ച വെളിപ്പെടുത്തൽ നടത്തിയത്. ഈ റിപ്പോർട്ടോടുകൂടി സാക്ഷിപൂർണ്ണമാകുന്നു. നമസ്കാരം. ബ്രൂസ് മക് ആർദർ എന്ന 67-കാരന്റെ വെളിപ്പെടുത്തലാണ് കാനഡക്കാരെ ഞെട്ടിച്ചിരിക്കുന്നത്.
2010 മുതൽ 2017 വരെ കാണാതായ സ്വവർഗ പ്രണയികൾ ഉൾപ്പെടെ 8 പേരെ കൊന്നതും അംഗച്ഛേദം വരുത്തി ഒളിപ്പിച്ചതും താനാണെന്നായിരുന്നു ആർദറിന്റെ വെളിപ്പെടുത്തൽ. ആൻഡ്രൂ കിൻസ്മാൻ, സലീം ഐസൻ, മജീദ് കൊഹാൻ, സൗരേഷ് മെഹ്മൂദി, ഡീൻ ലിസോവിച്ച്, സ്കന്ദരാജ് നവരത്നം, അബ്ദുൾ ബസീർ ഫൈസി, കിരുണേഷ് കുമാർ, കനകരത്നം എന്നിവരെ കൊലപ്പെടുത്തിയെന്നാണ് പോലീസിനോട് ബ്രൂസ് വെളിപ്പെടുത്തിയത്. ടൊറന്റോയിലെ ഗേ വില്ലേജുമായി ബന്ധമുള്ളവരാണ് കൊല്ലപ്പെട്ടവരിൽ മിക്കവരും. കഴിഞ്ഞ ദിവസമാണ് 8 കൊലപാതകങ്ങൾ നടത്തിയതായി ഇയാൾ വെളിപ്പെടുത്തിയത്. സംഭവത്തിൽ വിചാരണ നടപടികൾ ഫെബ്രുവരി 4-ന് ആരംഭിക്കുമെന്നാണ് സൂചന. ലാണ് ബ്രൂസ് ആദ്യമായി നിയമത്തിന് മുന്നിലെത്തിയത്. ഒരു ആൺവേശ്യയെ ഇരുമ്പ് പൈപ്പ് കൊണ്ട് അടിച്ചുവെന്നായിരുന്നു കേസ്. മാപ്പപേക്ഷിച്ചതോടെ ജയിലിൽ കിടക്കാതെ ബ്രൂസ് പുറത്തിറങ്ങി. ആളുകളെ കാണാതായ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെ കഴിഞ്ഞ ജനുവരിയിലും ഇയാൾ നിയമത്തിന്റെ പഴുതുപയോഗിച്ച് രക്ഷപ്പെട്ടു. ഇയാളുടെ സ്നേഹിതനും അവസാനത്തെ ഇരയുമായ ആൻഡ്രൂ കിൻസ്മാനിൽ നിന്നാണ് ബ്രൂസ് മക് ആർദർ എന്ന സീരിയൽ കില്ലറിലേക്ക് പോലീസ് എത്തിയത്. 2017 ജൂൺ 26-ന് ആൻഡ്രൂവിനെ കാണാതായി. പരാതി അന്വേഷിക്കുന്നതിനിടെ വീട്ടിൽ പരിശോധന നടന്നു. ആ ദിവസത്തെ കലണ്ടറിൽ ബ്രൂസ് എന്ന് കുറിച്ചിട്ടത് പോലീസ് ശ്രദ്ധിച്ചു. ഈ തുമ്പ് പിടിച്ചാണ് അന്വേഷണം ബ്രൂസ് മക് ആർദറിൽ എത്തിയത്. ആൻഡ്രൂ കിൻസ്മാനെ കാണാതായെന്ന കേസിൽ ഇയാൾ ജനുവരി മുതൽ കസ്റ്റഡിയിലാണ്. കസ്റ്റഡിയിലിരിക്കെയാണ് കാണാതായ പുരുഷന്മാരെ എന്തെങ്കിലും കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിൽ കഴിഞ്ഞിരുന്ന കുടുംബങ്ങളെയും സുഹൃത്തുക്കളെയും ഞെട്ടിച്ചുകൊണ്ട് അവരെയെല്ലാം താൻ കൊന്നതായി ബ്രൂസ് പോലീസിനോട് വെളിപ്പെടുത്തിയത്. മികച്ച ലാൻഡ്സ്കേപ്പറായി അറിയപ്പെട്ടിരുന്ന ബ്രൂസ് 40 വയസ്സുവരെ തന്റെ ലൈംഗികാഭിമുഖ്യത്തെപ്പറ്റി ആരോടും പറഞ്ഞിരുന്നില്ല. 1997 പെട്ടെന്നൊരു ദിവസം ഭാര്യയും 2 മക്കളെയും ഉപേക്ഷിച്ച് ഒഷാവയിൽ നിന്നും ടൊറന്റോയിലേക്ക് താമസം മാറുകയായിരുന്നു. പിന്നീട് ടൊറന്റോയിലെ സ്വവർഗാനുരാഗ സമൂഹത്തിൽ പേരെടുത്തു. തനിക്കിഷ്ടപ്പെട്ടവരെ വശീകരിച്ച് ലൈംഗിക ബന്ധത്തിലേർപ്പെട്ട ശേഷം ബ്രൂസ് കൊലപ്പെടുത്തിയതാകാമെന്നാണ് നിഗമനം. കൊല നടത്താൻ ഉപയോഗിച്ച വലിയ സെലോ ടേപ്പ്, സർജിക്കൽ കയ്യുറ, കയർ, സിപ്പുകൾ, ബങ്കി വയർ, സിറിഞ്ചുകൾ തുടങ്ങിയവ സൂക്ഷിച്ച ബാഗ് പോലീസ് കണ്ടെത്തി കോടതിയിൽ ഹാജരാക്കിയിരുന്നു. കഷ്ണങ്ങളായി ഒളിപ്പിച്ചിരുന്ന 8 പേരുടെ മൃതദേഹങ്ങൾ പിന്നീട് പോലീസ് കണ്ടെടുത്തു. നഗരത്തിൽ ഇരകളെ വേട്ടയാടിയ രാക്ഷസരൂപി എന്നാണ് ടൊറന്റോ മേയർ ജോൺ ടെറി ബ്രൂസിനെ വിശേഷിപ്പിച്ചത്.